ഞായറാഴ്ചയായ പിന്നെ ഇറച്ചിയില്ലാതെ എന്തൊരു ഊണ്. എനിക്ക് ഞായറാഴ്ചയായ നിർബന്ധമാണ് കേട്ടോ. ഒന്നെങ്കിൽ ചിക്കനോ ബീഫോ എന്തെങ്കിലുമൊക്കെ വേണം. അപ്പോൾ ഇന്ന് പോത്തായിരുന്നു വീട്ടിൽ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നല്ലപോലെ നമ്മൾ ഫ്രൈ ചെയ്യാൻ പോവുകയാണ്. ഇതേപോലെയാണ് നിങ്ങൾ ഫ്രൈ ചെയ്യുന്നതെന്ന് പറയണേ. ഇതൊരു സിമ്പിൾ ഒരു 20 മിനിറ്റത്തെ കാര്യമുള്ളൂ. എല്ലാം അരിഞ്ഞും എടുത്തും ഒക്കെ വെച്ചതിന് കുക്കറെ ഇട്ട് ബീഫ് വെന്ത് കഴിഞ്ഞാൽ പിന്നെ ലേശം പണിയുള്ളൂ. ചട്ടി ചൂടാക്കി എണ്ണ ഒഴിച്ച് ഇഞ്ചിയും വെളുത്തുള്ളി അങ്ങോട്ട് ഇട്ട് തേങ്ങാക്കൊത്തും ഇട്ട് സവാള ഇട്ട് ഉപ്പും ഇട്ട് അങ്ങ് വഴറ്റുക. നല്ലതുപോലെ അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ആ ഇളക്കുന്ന സമയത്ത് നല്ല ചൂടോടുകൂടി നമ്മൾ വിയർക്കുകയും ചെയ്യും. ഇപ്പോഴത്തെ ചൂടൊന്നും പറയാണ്ടല്ലോ, ഒരു രക്ഷയില്ല. നമ്മുടെ സവാള നല്ലതുപോലെ വഴന്നു വന്നു കഴിയുമ്പോൾ നടുക്കൊരു കിണർ കുത്തിയ പോലെ 4 വശത്തോട്ട് സവാള അങ്ങോട്ട് മാറ്റി വയ്ക്കണം. അതിലോട്ട് 1 സ്പൂൺ കാശ്മീർ പൊടി, 1 സ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി, കുരുമുളക് പൊടി നിറയെ ഇട്ടു. ഞാൻ 2 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ഇടയ്ക്ക് ഇച്ചിരി കൂടിപ്പോയതുകൊണ്ട് കൈകൊണ്ടെടുത്ത് മാറ്റിയായിരുന്നേ. എന്നിട്ട് അത് നല്ലതുപോലെ അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നമ്മൾ വഴറ്റണം. നോക്കിക്കേ, സവാള വഴൻ്റെ മസാലയൊക്കെ ആയിട്ട് നല്ല ലുക്കായിട്ട് കിടപ്പില്ല. അപ്പോൾ നമ്മുടെ ബീഫ് കുക്കറെ ഉപ്പും മഞ്ഞൾപ്പൊടിയിട്ട് വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഇതിലോട്ടിട്ട് നല്ലതുപോലെ ഒന്നും കൂടി മിക്സ് ആക്കിയിട്ട് പിന്നെ കുറച്ച് പണിയേ ഉള്ളൂ. ഒരു 5-10 മിനിറ്റ് അതിനെ അങ്ങനെ അങ്ങ് വിട്ടേക്കുക. അപ്പോൾ അതിൽ നിന്ന് നല്ല എണ്ണയൊക്കെ ഊറി സെറ്റായി വന്നു കഴിയുമ്പോൾ അതിലേക്ക് നമ്മുടെ നല്ല കരിവേപ്പിലയും മല്ലിയിലയുടെ ഇട്ട് നമ്മുടെ ബീഫ് ഫ്രൈ റെഡി. ബീഫല്ല, പോത്ത് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. അത് കഴിഞ്ഞ് നമുക്ക് ഓടിപ്പോയി ചോറ് കഴിക്കാം. ഇനി ചോറിന് കറിയായിട്ടുള്ളത് നല്ല തേങ്ങ അരച്ച് വെച്ച മോരുണ്ടായിരുന്നു, പിന്നെ ക്യാബേജ് മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ നമ്മുടെ ബീഫ് ഫ്രൈ, പിന്നെ കൂട്ടത്തിൽ 2 പപ്പടം കൂടി ഉണ്ടായിരുന്നു കേട്ടോ. ഇത്രയേ ഉള്ളൂ ഞായറാഴ്ചത്തെ ഊണ്. ഉഷാല. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട.